ബ്ലഡ് പ്രഷർ കൂട്ടിത്തരുന്ന മരുന്നുകൾ. അസെറ്റമിനോഫൻ എന്ന് പറഞ്ഞാൽ ഏതാ മരുന്ന്? അമേരിക്കയിൽ പാരാസെറ്റമോളിന് പറയുന്ന പേരാണ് അസെറ്റമിനോഫൻ. നിങ്ങൾ പാരാസെറ്റമോൾ ഒരു പനിക്ക് കഴിച്ചാൽ മതി, വലിയ താമസമില്ലാണ്ട് ബി പി കൂടി കിട്ടും. അതിനുള്ള മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കാം. ഇതാണ് മെഡിക്കലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. MDMA എന്തൊക്കെയാ? അത് ചേർന്നിട്ടുള്ള നിരവധി മരുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ബി പി മരുന്നുകൾ, മയക്കുമരുന്നുകൾ, അനസ്തെറ്റിക് തുടങ്ങിയിട്ടുള്ള എല്ലാം വരാറ്. കൊക്കൈൻ, ആൻജിയോജെനസിസ് ഇൻഹിബിറ്റേഴ്സ്, ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്ന ഹൃദ്രോഗത്തിനുള്ള മരുന്നുകളൊക്കെ ബി പി തന്നെ കൂട്ടുന്നതാണ്. ഇനി മോർ ദാൻ ടൈപ്പ് ചെയ്തോളൂ. മോർ ദാൻ 200 കോമൺ ഡ്രഗ്സ്. മോർ ദാൻ 200 common drugs may cause more than 200 common drugs may cause cancer. നിങ്ങൾ ഞെട്ടും. നമ്മുടെ വിചാരം ക്യാൻസർ നമ്മുടെ കഷ്ടകാലത്തിന് എന്താണ് ജാതകവശാലും വിധിവശാലും ഉണ്ടായി പോണതാണെന്നാണ് അലോപ്പതി ഡോക്ടർ ഉണ്ടാക്കി തരുന്നതാണ്. More than 200 common drugs may cause cancer. അതില് VOX അല്ല, ലോയർ മന്ത്ലി ഉണ്ട്. ലോയർ മന്ത്ലി കോമൺ ഡ്രഗ്സ് മേ കോസ് ക്യാൻസർ. ലോയർ മന്ത്ലി എടുത്താൽ കുറച്ച് രസകരമായ പേരുകൾ കിട്ടും. അത് താഴേക്ക് സ്ക്രോൾ ചെയ്തോളൂ. 6 പ്രത്യേക മരുന്നുകൾ അവിടെ. ഒന്ന് Zantac. ഗ്യാസ് ട്രബിളിന്, നെഞ്ചരിച്ചിലിന് സകലരും പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന എന്ത് മരുന്ന്? ആന്റാസിഡ്. റാനിറ്റിഡിൻ, റാൻടാക്, അങ്ങനെ പല പേരുകളില് ഗ്യാസ് ട്രബിളിന്റെ മരുന്ന് കിട്ടും. കുറച്ചാൾ കഴിച്ചാൽ മതി, സമ്മാനമായിട്ട്. എവിടെയെങ്കിലുമൊക്കെ ക്യാൻസർ കിട്ടിക്കോളും. ലോസാർട്ടൻ ആൻഡ് വൽസാർട്ടൻ ഈ വലിയേട്ടന്മാര് ബി പിക്കാര് കഴിക്കുന്ന മരുന്നുകളാണ്. ബി പി മരുന്നുകളാണ്. ബി പിക്ക് മരുന്ന് കഴിച്ച് 10-15 കൊല്ലമായി പാപ്പം ബി പിക്ക് മരുന്ന് കഴിക്കണം. ഇപ്പൊ ക്യാൻസറാണ്. ഇത്ര പേരാ വരണം. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നെഞ്ചരിച്ചിലിന്, അസിഡിറ്റിക്ക്, അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഗ്യാസ് ട്രബിളിനൊക്കെ സകലം പോയി മേടിച്ചു കഴിക്കുന്ന മരുന്നുകളിൽ വേറൊരു ടൈപ്പ് മരുന്നാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. പാരാസെറ്റൈൻ എന്താണ് സാധനം? മാനസിക രോഗത്തിന് കുട്ടികൾക്ക് വരെ, സ്കൂൾ കുട്ടികൾക്ക് വരെ ദുഷ്ടന്മാര് കൊടുക്കുന്ന മരുന്നുകളാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇനി മോർ ദാൻ 200 ഡ്രഗ്സ് മേ. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ഉണ്ടോ? ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യണോ? വേണ്ടേ? നിങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുമെങ്കിലോ? നിങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കാം. എന്തിനായിക്കോളൂ, അല്ലേ? ഓക്കെ. ഡിപ്രഷൻ ടൈപ്പ് ചെയ്തോളൂ. ഡിപ്രഷൻ ഇന്നിപ്പോ വ്യാപകമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആൻഡ് സൂയിസൈഡ് റിസ്ക്. Suicidal risk and suicide risk are the side effects of more than 200 common drugs. Depression and suicide risk are the side effects of more than 200 common drugs. VOX ന്റെ ഒരു മഞ്ഞ ലോഗോ ഉണ്ട്. അതൊന്ന് തുറന്നോളൂ, സ്ക്രോൾ ചെയ്തോളൂ. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ 6
നല്ല മരുന്നുകളെ കുറിച്ചുള്ള സിമ്പിൾസ് ഇങ്ങനെ വരും. ഏതൊക്കെ മരുന്നുകളാണ് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്? One, birth control. ബർത്ത് കൺട്രോൾ പിൽസ്, ഗർഭനിരോധന ഗുളികകൾ ഡിപ്രഷന്, മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാക്കും, ആത്മഹത്യയിലേക്കും തള്ളിവിടും. വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ് പെൺകുട്ടികൾ, സ്ത്രീകൾ കൂടുതൽ ബർത്ത് കൺട്രോൾ പിൽ ഉപയോഗിക്കുക. വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അവള് ആത്മഹത്യ ചെയ്യും. പത്രക്കാരും സ്ത്രീയുടെ വീട്ടുകാരും എല്ലാവരും പറയും അവിടെ പീഡിപ്പിച്ചതാണ് ചെറുക്കൻ, ചെറുക്കൻ്റെ അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, ആരൊക്കെ വീട്ടിലുണ്ട് ഒക്കെ ജയിലിലാണ്. സംഗതി ഈ മരുന്നുകളാണ്. ചെറിയ പ്രകോപനം മതി. പിന്നെ Beta blockers. ബീറ്റ ബ്ലോക്കേഴ്സ്, BP-യുടെ മരുന്ന് വിഷാദ രോഗം ഉണ്ടാക്കും, ആത്മഹത്യയും ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. Steroids. അപ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ് BP-ക്ക് കഴിക്കുന്ന ഒരു സ്ത്രീയാണ് വിഷാദ രോഗത്തിന്റെ അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികയും കൂടി കഴിക്കണമെന്നില്ല. ഏതാ? Sedatives. സ്റ്റിറോയിഡ്. Steroids. സ്റ്റിറോയിഡ് മരുന്നുകൾ, പിന്നെ സെഡേറ്റീവ്സ്, മാനസിക രോഗത്തിന് നൽകുന്ന മരുന്നുകൾ. Proton pump inhibitors. ഗ്യാസ് ട്രബിൾ മരുന്നുകളും വിഷാദ രോഗം ഉണ്ടാക്കാം, ആത്മഹത്യയിലേക്കും തള്ളിയിടാം. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ക്യാൻസർ ഉണ്ടാക്കും, ആത്മഹത്യയിലേക്കും നയിക്കും. Anticonvulsants. ആന്റി കൺവെൻഷൻസ് എന്തിനുള്ളതാണ്? അപസ്മാര മരുന്നുകളാണ്. അത് ധാരാളം പേരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ DIG രാവിലെ നടക്കാൻ പോയതാണ്, തിരിച്ചു വന്ന് സെൻട്രിയുടെ തോക്കും വാങ്ങി മുറിയിലേക്ക് ഒരു വെടിവെച്ച് കഴിച്ചു. അയാൾ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ അപസ്മാരത്തിന് മരുന്ന് കഴിച്ച് ചെറുക്കാൻ വലിയൊരു തറവാടാണ്, ഒരു മുസ്ലിം തറവാടാണ് എറണാകുളത്തെ. എല്ലാവരും പറഞ്ഞറിയുന്ന തറവാടാണ്. അവിടുത്തെ ഇളയ മകൻ്റെ മകൻ ചെറുക്കൻ മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ നിന്ന് ചാടി കഴിച്ചു. പത്രത്തിലുണ്ടായിരുന്നു എന്നെ മരുന്ന് കഴിക്കുന്നത്. ഇനി ഏറ്റവും അടിയിൽ 200 മരുന്നുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ. അതിലാദ്യത്തെന്ന് വായിച്ചേ. Acetaminophen. Tramadol. Acetaminophen. ആദ്യം പറഞ്ഞ 200 മരുന്നിന്റെ ലിസ്റ്റില് ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മോള്, മലയാളിയുടെ പ്രിയപ്പെട്ട മോള് പരസ്പരം. ഇതൊക്കെ നിങ്ങളും മനസ്സിലാക്കണം. ആരും ഇത് പറയുന്നില്ല. ഇനി ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 ആഴ്ച ഇവിടെ തങ്ങി ഇത് പഠിച്ചെടുക്കണം, ശീലിക്കണം. എരിവും പുളി ഉപ്പൊക്കെ കഴിച്ച ആളുകൾക്ക് അത് കുറഞ്ഞൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ரொம்ப പ്രയാസം വരും. പക്ഷെ 5 ദിവസം കഴിഞ്ഞാൽ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമാകാൻ തുടങ്ങും. ആ ദിവസങ്ങളിൽ ചായ നിർത്താൻ പ്രയാസം ഉണ്ടാകും, കാപ്പി നിർത്താൻ പ്രയാസം ഉണ്ടാകും. അത് ഇവിടെ നിന്ന് ആ വിഷമഘട്ടം മാറ്റിയെടുത്താൽ 2 ആഴ്ച കൊണ്ട് വലിയ മാറ്റം സാധാരണ ഒരു ശരീരത്തിലുണ്ടാകും. രോഗികൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ വേണ്ടി വന്നു വരും. ഓക്കെ, വേറെന്താ ചോദ്യമുള്ളത്? തൈറോയിഡിനെ പറ്റി ഒന്ന് പറയും. ഞാൻ ഡോക്ടർ നിമ്മി, നേച്ചർ ലൈഫ് കോടന്നൂരിൽ ഇപ്പോൾ 1 മാസമായി വർക്ക് ചെയ്യുന്നു. അപ്പം തൈറോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റബോളിസം ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. അപ്പം നമ്മളെ ഡൈജഷൻ ആണെങ്കിലും അത് അബ്സോർപ്ഷൻ ആണെങ്കിലും അത് ശരീരത്തിൽ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ശരീരത്തിൽ എടുക്കണം, അത് എക്സ്ക്രീഷൻ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ്. തൈറോയിഡ് കൂടിയാലും, തൈറോയിഡ് ഗ്രന്ഥി അത് സെക്രീറ്റ് ചെയ്യുന്നത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതി കാരണം അധികവും ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ തൈറോയിഡിൻ്റെ ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് എന്ന് പറഞ്ഞ 2 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ വരുന്ന പല പേഷ്യൻസും നമുക്ക് തൈറോയിഡിൻ്റെ പല കംപ്ലയിൻസുമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളിവിടെ വളരെ ചെറിയ പച്ചക്കറികളും ഏറ്റവും സാധാരണമായിട്ടുള്ള ഫ്രൂട്ട്സും റോ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാതെ ഭക്ഷണം, അധികവും വേവിക്കാതെ ഭക്ഷണങ്ങൾ കൊടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട്സും ഒരു നേരം മാത്രം കുക്ക് ചെയ്തിട്ടുള്ള വേവിച്ച ആഹാരങ്ങളും കൊടുത്ത് രാത്രി ജ്യൂസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തൈറോയിഡിൻ്റെ ലെവൽ വളരെ നോർമലായി കാണാം.
അങ്ങനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരുടെ കുറേ നമ്മൾ ആദ്യം വരുമ്പോൾ കുറേ ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വളരെ കുറച്ചായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അവരുടെ തടി വല്ലാണ്ട് കൂടി വരും. അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സ്ലോ ആയി കാണാം. അതേസമയം ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ആളിങ്ങനെ വളരെയധികം മെലിഞ്ഞ് വരും, കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വരുന്നതാണ്. അവരുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും, വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് കാണും. ഇത് രണ്ടിനും ഞങ്ങൾ വളരെ സാധാരണമായി വെറ്റ് പാക്ക്, നമ്മൾ സാധാരണ തുണി നനച്ചിടുന്ന ചെറിയ ചെറിയ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിൻ്റെ ആ ഭാഗത്തുള്ള സർക്കുലേഷൻ നമ്മൾ കൂടും. പിന്നെ ബാക്കി ഹീൽ ചെയ്യേണ്ടതൊക്കെ ബോഡി തന്നെ അങ്ങ് ഹീൽ ചെയ്യുന്നു. ബോഡി തന്നെ ആ അസുഖത്തെ തന്നെ ബോഡി തന്നെ അതിൻ്റെ സ്വന്തം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുതിയ സെൽസ്, തൈറോയിഡിൻ്റെ പുതിയ സെല്ല് വന്ന് അത് തന്നെ ഹീൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ തൈറോയിഡിൻ്റെ ചികിത്സ ഇവിടെ ചെയ്യുന്നത്. നമ്മളുടെ ബോഡിക്ക് നമ്മളുടെ ഒരു ഹീൽ ചെയ്യാനുള്ള സമയം എവിടെയാണ്? നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഫ്രൂട്ട്സോ റോ ഫുഡ് കൊടുക്കുമ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഡൈജഷന് വേണ്ടത് ഒരു മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ അതിൻ്റെ ഡൈജഷൻ കഴിഞ്ഞു. മാത്രമല്ല നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മളെ ബോഡിക്ക് ഇതൊക്കെ ബാക്കിയുള്ള നമ്മൾ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, അതൊക്കെ ഹീൽ ചെയ്യാനുള്ളൊരു സമയവും കിട്ടും. അപ്പം പാൻക്രിയാസ് നമ്മൾ അതിന് പറ്റിയ കറക്റ്റായിട്ടുള്ള ആഹാരം കൊടുക്കുന്നു, ബോഡി തനിയെ അത് ഹീൽ ചെയ്യുന്നു. ഹിപ്പ് ബാത്ത് പോലെയുള്ള ബാത്ത് നമ്മൾ ഇരുത്തുന്നത് ആ ഭാഗത്ത് നമ്മൾ വെള്ളം അത്ര വരെ പൊക്കിൻ്റെ അടം വരെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. അപ്പോഴെന്താ, വെള്ളം ഉണ്ടാവുമ്പോൾ അവിടെ നമ്മൾ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, സർക്കുലേഷൻ കൂട്ടും. സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ന്യൂട്രിയൻസ് വരും, കൂടുതൽ ബ്ലഡ് വരും, കൂടുതൽ അത് രോഗപ്രതിരോധം മാത്രമല്ല ഡാമേജ് അവിടെ ക്ലിയർ ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക. നമ്മള് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ശരീരത്തിൻ്റെ ഒരു ആന്തരികമായ പ്രവർത്തനം. ഒരു കാലിലൊരു മുള്ളു കൊണ്ടാൽ നടക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, ഇരുന്ന് വായിക്കാൻ വല്ല കുഴപ്പമുണ്ടാകേണ്ട വല്ല കാര്യമുണ്ടോ? കണ്ണിനൊരു കുഴപ്പമില്ലല്ലോ. അവിടെ നിന്ന് അത് മാറ്റണത് വരെ നമുക്ക് ശരീരം ഒരു സ്വസ്ഥതയും തരില്ല. ശരീരം ഒറ്റ യൂണിറ്റാണ്. ഓക്കെ, വേറെന്താ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഗോപിമാഷെ ഭക്ഷണമായോ? കണ്ണമാഷ് ഏതാ? അരമണിക്കൂറൂടെ നമുക്കുണ്ട്. നീ എന്താ ചോദ്യം ഉള്ളത്? ഇയാൾ ചോദ്യമൊന്നും ചോദിക്കാണ്ട് ചുമ്മാ ഇരിക്കുകയാണല്ലോ. ഇതാ എന്തെങ്കിലും ചോദിക്കാണ്ട് തന്നെ ഞാൻ വിടത്തില്ല. ചോദ്യം ചോദിക്കാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് കണ്ടാൽ അറിയാം. ഓർമ്മക്കുറവ്, വയസ്സ്, പ്രായത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളിന്ന് കാണുന്നത് പോലെ, ഇന്ന് പറയുന്നത് പോലെയൊന്നും ഇല്ല. ഒന്ന്, നമ്മുടെ ശരീരം നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടൊന്നും പഠിക്കുന്നത് നല്ലതാ. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങൾ ചത്തുപോകുന്നുണ്ട്? ഒന്ന് ആസ് ഗൂഗിൾ ഗുരു. ഇപ്പൊ എല്ലാം ഗൂഗിൾ ഗുരു ആണല്ലോ. ഹൗ മെനി സെൽസ്? നോക്കുന്നു, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങൾ ചത്തുപോകുന്നുണ്ട്? ഹൗ മെനി സെൽസ് ഡൈ? ഓരോ സെക്കൻഡിലും 10 ലക്ഷം കോശങ്ങൾ ചത്തുപോകുന്നു. ഇപ്പൊ എന്നാ ജനിച്ചേ? അപ്പൊ ആരാ ഞാൻ? ബാക്ടീരിയയാണോ? ഒറ്റ കോശമായിരുന്നു. അത് 2, 4, 8, 16, 32, 64, 128 ഇങ്ങനെ വളർന്ന് നമ്മുടെ അന്ധമായിട്ട് ചേർന്നിട്ട് ശരീരം കിട്ടിയതാണ്. ഇനി ഇയാളുടെ ഷേപ്പ് ഏതാ? ശരിയായ ഷേപ്പ് ഏത് ഷേപ്പാ? ഇപ്പോഴത്തെ ഷേപ്പാണോ? 5 കൊല്ലം മുമ്പുള്ള ഷേപ്പാണോ? 10 കൊല്ലം മുമ്പുള്ള ഷേപ്പാണോ?
അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഉണ്ടായിരുന്നതാണോ ശരിയായ ഷേപ്പ്? ഇനി ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ അപ്പുറത്ത് ഇങ്ങനെ തന്നെ ഇരിക്കുമോ? അത് വേറൊരു ഷേപ്പ് ആയിരിക്കുമോ? ഏത് ഷേപ്പാണ് ശരിയായ ശ്രീവാസന്റെ ശരിയായ ഷേപ്പ് ഏതാണ്? നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഇപ്പൊ കണ്ണി കാണാൻ വയ്യാത്ത ഒരു കോശമായി പൂന്താനം പാടുന്നുണ്ട്. എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു, അജൻ ചത്ത് ഗജമായി തീരുന്നു, ഗജൻ ചത്ത് അജവുമായി തീരുന്നു, ജന്മം കൊണ്ട് കളി. അങ്ങനെയാണോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നൊക്കെ പറയണുണ്ട്. എന്നാലും നമ്മൾ കരുതുന്നത് പോലെയല്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഒരു കോശത്തിൽ നിന്ന് പിളർന്ന് വളർന്ന് ഇതുപോലൊരു രൂപമായി. ഇതിൽ നിന്ന് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും 10 ലക്ഷം കോശങ്ങൾ ചത്തുപോകുന്നുണ്ട്. എങ്ങോട്ടാ പോണേ? ഈ ചത്തുപോകുന്ന കോശങ്ങൾക്ക് എന്താ സംഭവിക്കുന്നേ? അതൊന്ന് നോക്കിയേ. ചത്തുപോകുന്ന കോശങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം എത്ര കോശങ്ങൾ ചത്തുപോകുന്നുണ്ട്? 600 ലക്ഷം, 60 ബില്യൺ. ഈ കോശങ്ങൾ എങ്ങനെയാ ചത്തുപോകുന്നത്? ഇനി ആകെ നമ്മുടെ ശരീരത്തിൽ ഒറ്റ ശരീരത്തിലുള്ളത് 37.5 ട്രില്യൺ കോശങ്ങളാണ്. അതിനേക്കാൾ കൂടുതലാണ് ബാക്ടീരിയകളുള്ളത്. അവയും ചാകുന്നുണ്ട്. ഒരു ദിവസം 1.2 കിലോ ബാക്ടീരിയൽ സെല്ലുകൾ മലത്തിലൂടെ പോകുന്നതാണ് പോകണം. മലബന്ധം വന്നാലുള്ള കുഴപ്പം ചില്ലറൊന്നുമല്ല. നമ്മള് നമ്മുടെ ശരീരത്തെ തിരിച്ചറിയാൻ വൈകിപ്പോയി. തിരിച്ചറിയേണ്ട രീതിയിൽ തിരിച്ചറിയില്ല. ഒന്നും പഠിപ്പിച്ചില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകില്ല. വൈദ്യ ബിസിനസ്, മരുന്ന് ബിസിനസ് നടക്കില്ല. അപ്പോൾ കുറച്ച് ദിവസം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക, നടക്കുക. രാവിലെ കുറച്ച് യോഗ, 10 ദിവസം യോഗ ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ ഒരു സുഖമൊന്നും അല്ല സുഖം. പിന്നെ അപ്പുറത്തേക്കുള്ളൊരു പവർ നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടെ നിങ്ങളുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് പറയാം. മൊബൈൽ എടുത്തോളൂ. നിങ്ങളെ തൊട്ടാൽ ഷോക്ക് അടിക്കുമോ? നമ്മുടെ ശരീരത്തില് ഇരുമ്പുണ്ടോ? ഇരുമ്പുണ്ടോ? എന്തിനാ ശരീരത്തില് രക്തത്തിൽ ഇരുമ്പ്? ഓക്സിജൻ ക്യാരി ചെയ്യാം. ഇരുമ്പിനാ. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടോ? എന്താ ഇലക്ട്രോലൈറ്റ്സ്? ഹൃദയത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ അവരെന്താ ചെയ്യുക? എന്ത് ടെസ്റ്റാ എടുക്കണേ? ECG എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ECG. അപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടോ ശരീരത്തില്? ഹ്യൂമൻ സെൽ വോൾട്ടേജ് നോക്കിയാലും മതി. ഹ്യൂമൻ സെൽ വോൾട്ടേജ് എത്രയാ? 1.4 വോൾട്ട്. കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ 0.07 വോൾട്ട് എന്നും കാണാം. അത് ഒരു സെല്ലിന്റെ. വെറുതെയാണോ ബാറ്ററി സെല്ല്, ഹ്യൂമൻ സെല്ല് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഇലക്ട്രിസിറ്റിക്ക് നമ്മുടെ ആരോഗ്യത്തിൽ പങ്കൊന്നുമില്ലേ? സ്ഥാനമില്ലേ? ഒരു രോഗിയിൽ ഇലക്ട്രിസിറ്റി നേരെ ഉണ്ടാവുമോ? അത് കൂട്ടണ്ടേ? അതിന് വല്ല മരുന്നുമുണ്ടോ? ഏതെങ്കിലും ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തരികയാണ്, നിങ്ങളുടെ പഠനത്തിന് വിട്ടു തരികയാണ്. ഇത് മനസ്സിലാവാതെ നിങ്ങൾക്ക് ആരോഗ്യം നേരെയാക്കാൻ പറ്റില്ല, ജീവിതം നന്നാക്കാനും പറ്റില്ല. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ശരീരം, മനസ്സ്, ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഇലക്ട്രിക് പവർ, നിങ്ങൾക്ക് അതിനെ ആത്മാവെന്ന് വിളിക്കാം, പ്രാണനെന്ന് വിളിക്കാം, എന്ത് പേരുണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ ജീവിതത്തിൽ, ആരോഗ്യത്തിൽ ആഹാരത്തിന്റെ വോൾട്ടേജ് കൂടെ നോക്കണം. ഇനി വോൾട്ടേജ് ഇല്ലാത്ത ആഹാരം കഴിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പോൾ അത് നിങ്ങളുടെ പഠനത്തിന് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് വിടുകയാണ്.
വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? കല്ലുണ്ടാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നമ്മുടെ രീതി മാറുന്നത്, പരീക്ഷ കളയാൻ സാധിക്കും, കിഡ്നിയെ രക്ഷിക്കാൻ സാധിക്കും. ജോയിന്റ് പെയിൻസ് അതും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ജോയിന്റ് പെയിൻ നോക്കണം. ധാരാളം മരുന്നുകളുണ്ട്, വാക്സിനുകളുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിൽ കീടനാശിനികൾ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ്. സസ്യങ്ങളുടെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്നാണ് കീടനാശിനികൾ. മനുഷ്യന്റെ രോഗത്തിനുള്ള കീടനാശിനികളാണ് ഇംഗ്ലീഷ് മരുന്നുകൾ. അപ്പോൾ ധാരാളം കീടനാശിനികൾ നമ്മൾ കഴിക്കുന്നതിൽ പെടുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഈ റോക്ക്ഫെല്ലറുടെ പെട്രോ കെമിക്കൽ വേസ്റ്റ് തിന്നാൻ വിധിക്കപ്പെട്ടവരാണ് ലോക ജനത. അയാളുടെ പെട്രോ കെമിക്കൽ വേസ്റ്റാണ് ഭക്ഷണത്തിലെ ടേസ്റ്റ് അഡിക്റ്റീവായിട്ടും പ്രിസർവേറ്റീവായിട്ടും ആസിഡ് റെഗുലേറ്ററായിട്ടും എമൽസിഫയറാക്കി ആയിട്ട് വരുന്നത് ഈ പെട്രോ കെമിക്കൽ സാധനങ്ങളാണ്. നമ്മളിടുന്ന, അല്ലെങ്കിൽ ഞാനിടുന്നതല്ല, നിങ്ങളിടുന്ന നൈലോൺ ടെറിക്കോട്ടൺ വസ്ത്രങ്ങൾ ഈ ലൂസിഫറിൻ്റെ പെട്രോ കെമിക്കൽ ഫൈബറുകളാണ്. പ്ലാസ്റ്റിക് സാധനങ്ങൾ മുഴുവനും. ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോഴും അയാൾ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് ഇവരാണ്. റോത്ത്ചൈൽഡ് ഡോളർ നിയന്ത്രിക്കുന്നു, ടെറ്റ്യൂണർ വാർത്ത ഉള്ള കാര്യങ്ങൾ നോക്കുന്നു, റോക്ക്ഫെല്ലർ മെഡിക്കൽ മരുന്നുകൾ. അയാളാണ് ലോകത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത്. പരമ്പരാഗത വൈദ്യന്മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അയാളാണ് ഈ സാധനത്തിന് സാഹിത്യമൊക്കെ ഉണ്ടാക്കി ഈ വിഷചികിത്സ, വിഷസാധനങ്ങളെ, കെമിക്കലുകളെ. മനുഷ്യ ശരീരം ബയോളജിക്കലാണോ കെമിക്കലാണോ? ബയോളജിക്കലാണ്. അതുകൊണ്ട് അതിന് ബയോളജിക്കലായ ഭക്ഷണം വേണം. ഫാറ്റും ഫോസ് എടുത്ത് 1/2 കിലോ വെച്ച് ദിവസം തിന്നാൽ എങ്ങനെ ഉണ്ടാവും? മനുഷ്യശരീരം ബയോളജിക്കലാണ്. അതുകൊണ്ട് ബയോളജിക്കലായ ഫുഡ് വേണം. അതിന് കേട് പറ്റിയാൽ ബയോളജിക്കലായ സാധനം കൊണ്ട് തന്നെ അതിൻ്റെ കേടുകൾ തീരണം. ഇനിയും ശരീരത്തിൻ്റെ വൈദ്യുതി ആ ഒരു ഭാഗം വെച്ച് ചിന്തിക്കാൻ നസ്രാണികൾ പള്ളി പോകുമ്പോൾ അച്ഛന്മാർ പറയാറില്ലേ, വചനം മാംസമായി. വചനം ദൈവം പറഞ്ഞു, മറിയമേ നീ ഗർഭം ധരിക്കും. ദൈവം പറഞ്ഞ വാക്ക് വചനം മാംസമായി. ആമേൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസികളെല്ലാവരും തലകുനിക്കും. മനസ്സിൽ പറയും, അച്ഛോ അങ്ങനെയൊന്നും നടക്കുകയല്ല, അച്ഛോ അതൊക്കെ നമ്മൾ പറയണതാണെന്ന് മനസ്സിൽ പറയുകയും ചെയ്യും. അച്ഛനോട് നേരിട്ട് പറയാൻ പറ്റുമോ? പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് അത് ശരിയാണ്. വചനം മാംസമാണ്. ഈ സാധനം എന്താണ്? മാംസമാണ്. ഇന്നലകളിൽ അത് എന്തായിരുന്നു? കരിക്ക്, പഴം, പച്ചക്കറി, ചോറ്, ചെടികൾ. ചെടികൾക്ക് അവിടെ നിന്നാണ് ഇത് കിട്ടിയത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് ചെടികൾ ഫോട്ടോസിന്തസിസ് വഴി ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ വെളിച്ചം ചെടികളിലൂടെ കെമിക്കൽ ഫോമിലേക്ക് വന്നു. അത് നമ്മൾ തിന്ന് നമുക്ക് മാംസം ഉണ്ടായി. വചനവും മാംസമാകാം. പ്രകാശമാണ് കൺവേർഷൻ നടന്ന്, പരിവർത്തനം നടന്ന് ഭക്ഷണമായിട്ട്, ആ ഭക്ഷണമാണ് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം ഒരുക്കുന്നത്. ഇതും കൂടെ മനസ്സിലിരിക്കട്ടെ. ചെറുപ്പക്കാരൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറഞ്ഞത്. നിങ്ങളത് ഡെവലപ്പ് ചെയ്യണം, പഠിച്ചു കയറണം. ഓക്കെ. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. തലച്ചോറിലെ കോശങ്ങൾ, കണ്ണിലെ ലെൻസ്, പല്ലിലെ ഇനാമൽ പോയാൽ പിന്നെ വരാൻ ரொம்ப കഷ്ടം, സമയമെടുക്കും, വളരെ സമയമെടുക്കും. പക്ഷെ പ്രകൃതി ചെയ്യുമ്പോൾ പലർക്കും പെട്ടെന്ന് തന്നെ മെമ്മറിയൊക്കെ തിരിച്ചു വരുന്നത് വെച്ചാൽ പല മരുന്നുകളുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അംനേഷ്യ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിമെൻഷ്യ,
ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൽഷിമേഴ്സിനെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏതൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലാണ്. പ്രഷറിൻ്റെ മരുന്ന്, പ്രമേഹത്തിൻ്റെ മരുന്ന്, കൊളസ്ട്രോൾ മരുന്ന് അതിലെ ഏറ്റവും ഭീകരനാണ്. ആരെ കൊണ്ടും കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കാൻ സമ്മതിക്കരുത്. മറവി രോഗം ഉറപ്പാണ്. പിന്നെ മാനസിക രോഗത്തിൻ്റെ മരുന്നൊക്കെയാണ് ഈ മറവി രോഗം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് വലിയ താമസിക്കാണ്ട് ഈ മരുന്ന് നിർത്തുമ്പോൾ തന്നെ കുറേ തിരിച്ചു വരും, വലിയ മാറ്റം ഉണ്ടാകും. പക്ഷെ പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാനൊക്കെ വലിയ സമയമെടുക്കും, പ്രയാസമുണ്ട്.